നിർവഹിക്കുക എന്നും മലയാളക്കരയിൽ വെച്ച് പ്രസംഗിക്കുന്ന ഈ മൗലവിയുടെ പ്രസ്ഥാനത്തിൽ ചേർന്നുകൊണ്ട് സ്വർഗത്തിലെത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? കൊള്ളയടിച്ചോരി വഹാബി കിങ്കരന്മാരെ, കൊടുവാടിനാവുള്ളോരി കർസേവ പണിയുള്ളോരി, കഅബയുടെ സ്വത്തുകൾ പോലും കൊള്ളയടിച്ചോരി വഹാബി കിങ്കരന്മാരെ. ഈ ലോകത്ത് നിന്ന് പൊന്തി നിൽക്കുന്ന സർവ്വജാലങ്ങളും ഇടിച്ചു നിരത്തിയിട്ട് പടച്ചോനെ ഞങ്ങൾക്ക് തെറ്റിപ്പോയതാണ്, ഞങ്ങൾക്ക് മാപ്പ് തരണേ എന്ന് മനസ്സറിഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന നടത്തുക. എന്നാൽ ഈ പാവപ്പെട്ട സമുദായത്തെ സഹായിക്കാൻ അല്ലാഹു മലക്കുകളെ ആക്കും. കുറച്ച് കിതാബോധി പഠിച്ചു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്നറിയുമോ? ഇങ്ങനെയുള്ള ജാറങ്ങൾ ലയനത്തിന്റെ കേന്ദ്രങ്ങളാണ്. അള്ളാഹുവിന്റെ ലയനത്ത് നാട്ടിലൊക്കെ വിതരണം ചെയ്യുന്ന കേന്ദ്ര ഓഫീസുകളാണ് ഈ ജാറങ്ങളൊക്കെ. അത് ഇടിച്ചു നിരത്തിയെങ്കിലേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്നാണ് കിതാബുകളിൽ കണ്ടത്. ഭയങ്കര കിതാബാ മൂപ്പർ കണ്ടത്. ഇബിലീസ് തന്നെ ഉണ്ടാക്കിയതായിരിക്കും, മൂപ്പർ ഇബിലീസിന്റെ നിന്ന് ഓടിയതുമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പച്ചക്കുബയുള്ള ജാറമടക്കം സർവ്വജാറങ്ങളും ഇടിച്ച് നിരത്തിയാലേ രക്ഷയുള്ളൂ എന്നാ മൂപ്പർ പറയുന്നു. ശ്വാസം മുട്ടിക്കൊണ്ട് പറയാ. ഇവരും ഇസ്ലാമും തമ്മിൽ എന്താണ് ബന്ധം മുസ്ലിമീങ്ങളെ? പിന്നെ മൂപ്പർ എന്താ പറഞ്ഞത്? മലക്കുകൾ ഇറക്കും പോലും. നാട് കാണി എത്ര മലക്കുകൾ ഇറങ്ങിയത്? ഖബർ പൊളിക്കുമ്പോ എത്ര മലക്കുകൾ ഇറങ്ങിയത്? മലക്കുകളല്ല ഇറങ്ങിയത്, പോലീസാ ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറയുന്ന യഹൂദികളെ കടത്തി വെട്ടിയ വർഗമാണ് ഈ മൗലവിമാർ. അല്ലാഹ് പറഞ്ഞില്ലേ, ഫമൻ അളിലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ ലിയുളില്ല الناس ബിഗൈരി ഇൽമ. ഒരു വിവരവുമില്ലാതെ ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടി പടച്ചവന്റെ മേൽ, അള്ളാന്റെ മേൽ കള്ളം കെട്ടി പറയുന്നവനേക്കാൾ വലിയ അക്രമി ആരാണ് നബിയേ? ചോദിക്കട്ടെ മൗലവിമാരെ, അല്ലാഹ് മലക്കുകളെ ഇറക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ജാറം തകർത്താൽ, സർവ്വജാറവും തകർത്താൽ സഹായിക്കാൻ അല്ലാഹ് മലക്കുകളെ ഇറക്കുമെന്ന് ഉമർ മൗലവി പറഞ്ഞില്ലേ? ചോദിക്കട്ടെ, ഉമർ മൗലവിക്ക് വഹിയിറങ്ങുന്നുണ്ടോ? അല്ലാഹ് മലക്കിനെ ഇറക്കുമെന്ന് അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞില്ലേ മൗലവി? ശ്വാസം മുട്ടിക്കൊണ്ട് അള്ളാന്റെ പേരിൽ കള്ളം പറഞ്ഞില്ലേ? അല്ലാഹ് അങ്ങനെ മലക്കുകളെ ഇറക്കുമെന്ന് ഖുർആനിലായത്തുണ്ടോ? അള്ളാന്റെ റസൂലിന്റെ ഹദീസ് ഉണ്ടോ? വല്ല മഹാന്മാരും പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ മലക്കുകളെ ഇറക്കുമെന്ന് ഫത്വ കൊടുക്കാൻ, അല്ലാഹ് മലക്കുകളെ ഇറക്കുമെന്ന് പറയാൻ ഓ ഉമർ മൗലവി, അള്ളാന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ ഈ ഉമർ മൗലവിയേക്കാൾ വലിയ അക്രമി ദുനിയാവിലാരാണ്? അല്ലാഹ് ചോദിക്കുന്നത് കണ്ടോ? ഫമൻ അളിലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ ലിയുളില്ല الناس ബിഗൈരി ഇൽം. മറ്റൊരായത്തിൽ അല്ലാഹ് പറയുന്നത് കണ്ടോ? ഉൻദുർ കൈഫ യഫ്തറൂന അലല്ലാഹിൽ കദിബ വകഫാ ബിഹി ഇസ്മൻ മുബീനാ. അല്ലാഹുവിന്റെ മേൽ ശുദ്ധ നുണ പറയുന്നത് കണ്ടില്ലേ നബിയേ? യഹൂദികളെ കടത്തിവെട്ടിയ കക്ഷികൾ, അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ദിറാഅൻ ബിദിറാഇൻ, മുഴത്തിന് മുഴമായി, സിബ്റൻ ബിസിബ്റിൻ, ചാണിന് ചാണായി യഹൂദികളെ നിങ്ങൾ പിന്തുടരുമെന്ന് നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ മൗലവിമാരെ അല്ലാഹുവിന്റെ റസൂൽ? അതിവിടെ പുലർന്ന് കണ്ടില്ലേ? മദീനയിലെ പച്ചക്കുപ്പ തച്ചു തകർത്ത് തരിപ്പണമാക്കാത്തത് 10,000 ഖുറാഫികൾ നെഞ്ചത്തടിച്ച് ചാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണെന്ന് വഹാബി ഭീകരൻ പറയുന്നത് കേൾക്കുക. സൗദിയിലെ ഒരുപാട് ജാറങ്ങൾ തകർത്ത നിങ്ങൾ ആര് സൂദ് ഭരണകൂടം എന്താണ് ആ കുബ്ബ തകർക്കാത്തത്? എടോ, സൗദിയിലെ ഭരണം ഞങ്ങൾക്കൊന്നല്ലല്ലോ. ഞങ്ങൾക്ക് താർക്കാൻ KNM ഭരണം കിട്ടിയാലല്ലേ ഞങ്ങൾക്ക് താർക്കാൻ കഴിയുള്ളൂ. KNM ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുടുംബ തകർക്കും. KNM ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുടുംബ തകർക്കും. KNM ഭരണം കിട്ടിയാൽ പിറ്റേന്ന് ഞങ്ങൾ ആ കുടുംബ തകർക്കും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അത് തകർക്കാൻ നിന്ന സൗദി എംബസിയുടെ മുമ്പിൽ പോയിട്ട്, കോൺസുലേറ്റ് മുമ്പിൽ പോയിട്ട് കുറെ ഖുറാഫികൾ നെഞ്ഞത്തടിച്ച് ചാവും.
ഹോ റസൂലുള്ളാഹിന്റെ ഖബർ പൊളിക്കണോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കുറെ എണ്ണം ചത്തുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് സൗദി ഗവൺമെന്റ് അത് അവിടെ നിലനിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ. സൗദിയിലെ കോൺസുലേറ്റിന്റെ മുമ്പിൽ ചെന്നിട്ട് ഒരുപാട് ഖുറാഫികൾ നെഞ്ഞത്തടിച്ച് കരയും, ചത്തുപോകും. അത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ആ കുബ്ബയിൽ കൈവെക്കാത്തതെന്ന് ഉള്ളിന്റെ ഉള്ളിലുള്ള ചിന്ത പുറത്തു വന്നുപോയില്ലേ മുഅ്മിനീങ്ങളെ? അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ മുകളിൽ കാണുന്ന പച്ചക്കുബ്ബ ഞങ്ങൾ തകർക്കും. ഖുറാഫികൾ അതാ നെഞ്ഞത്തടിച്ച് ചാവണ്ട എന്ന് കരുതിയിട്ടാണെന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, ഓ മുഅ്മിനീങ്ങളെ, പുന്നാര നബിയോടുള്ള മഹബ്ബത്ത് അല്ലാഹു നമ്മുടെ ഖൽബിലേറ്റി തരട്ടെ. അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളാ ശരീഫിന്റെ മുകളിൽ കാണുന്ന പച്ചക്കുബ്ബ തച്ചു തകർത്ത് തനിപ്പണമാക്കണമെന്ന് പരസ്യമായി പ്രസംഗിച്ച ഇവനെക്കാളും വലിയ കൊടും ഭീകരൻ ലോകത്ത് മറ്റാരുമില്ല. ഇലാഹിന്റെ ദീനിൽ തിരുനബി ശുദ്ധൻ, ഇവരുടെ കണ്ണിൽ വെറുമൊരു മനുഷ്യൻ. ഇടിക്കുമ്പോൾ പൊളിക്കുമ്പോൾ പച്ചക്കുബ്ബ എന്തിന് ജന്തു? സ്വലാഹി തിരുനബി സ്നേഹം അല്പം പോലും ഉള്ളിൽ ഇല്ലേ? സലഫി തലഫി പാതിരി വർഗം അറിവേ കെട്ടൊരു വിധി കൂട്ടം, കട്ടിട്ടും വീട്ടിട്ടും തെളിവുണ്ടാക്കി തെന്തിരി വന്നു. സലഫി ഇലാഹിന്റെ വചനവും കിതാബിന്റെ ഇബാറത്തും മാറ്റി മറിച്ചോരേ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലേ? അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയൻ. ഞാൻ ആ അഭിപ്രായക്കാരനാണ്. ഇനി ഞാൻ ചോദിക്കുന്നു മുസ്ലിം ഉമ്മമാരെ, ഇനി ഞാൻ ചോദിക്കുന്നു ചെറുപ്പക്കാരെ, ഇനി ഞാൻ ചോദിക്കുന്നു കാരണവന്മാരെ, നിങ്ങൾ ആരെയാ കാത്തു നിൽക്കുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹാബിയല്ല, സുന്നിയാണെന്ന് പറയുന്നത് മുജാഹിദിന്റെ ടോപ്പ് നേതാവായ, സ്വന്തം പേര് പോലും മുജാഹിദ് എന്ന് പേര് വെച്ച മുജാഹിദ് ബാലുശ്ശേരി. കുറച്ച് സ്ട്രോങ് അല്ലേ കാര്യം? അതാണ് എന്റെ പേര് തന്നെ മുജാഹിദ്, ഞങ്ങൾക്കറിയില്ലേ? അതേ മുജാഹിദിന്റെ നേതാവ് പറയുന്നു മുഹമ്മദ് നബി സുന്നിയാണ്, വഹാബിയല്ല. നിങ്ങൾ മുഹമ്മദ് നബിയുടെ കൂടെ സ്വർഗത്തിലേക്ക് വരുന്നോ ഉമ്മമാരെ? അല്ല, ഈ മൗലൈമാരുടെ കൂടെ നരകത്തിലേക്ക് വരുന്നോ? നരകം ഭയാനകമാണ് ഉമ്മമാരെ, നരകം ഭയാനകമാണ് ചെറുപ്പക്കാരെ. അഹ്വനു അഹ്ലിന്നാരി അദാബൻ അബൂ താലിബ്, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്ന ആൾ അബൂ താലിബാണ്. എന്താണ് അബൂ താലിബിന്റെ ശിക്ഷ? അദ്ദേഹത്തിന്റെ കാലിന് ഓരോ ഷൂ ആണ്. ആ ഷൂ അദ്ദേഹത്തിന് കൊടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ കാലിന് ഷൂ ധരിക്കപ്പെടുന്നു. ഏറ്റവും ചെറിയ ശിക്ഷയാണ് നരകത്തിൽ ഷൂ, നരകത്തിൽ തീക്കട്ട കൊണ്ടുള്ള ഷൂ. പക്ഷേ ആ തീക്കട്ട കൊണ്ടുള്ള ഷൂ അബൂ താലിബിനങ്ങ് ധരിക്കപ്പെടുമ്പോ അബൂ താലിബിന്റെ തലച്ചോറ് തിളച്ചു പറഞ്ഞു. അത്ര ഗൗരവമുള്ള നരകം. ആ നരകത്തിലേക്ക് മുജാഹിദ് മൗലവിമാരുടെ കൂടെ നിങ്ങൾ പോകുന്നോ ഉമ്മമാരെ? പോകുന്നോ ചെറുപ്പക്കാരെ? അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേതാവായി അംഗീകരിച്ച് സുന്നത്തി ജമാഅത്തിൽ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ സുന്നിയായി ഭരിച്ച് സ്വർഗത്തിലേക്ക് പോകുന്നു. മൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഈമാൻ വേണ്ടവർ ഈമാൻ സ്വീകരിച്ചോ, അല്ലാതെ തള്ളുന്നവർ തള്ളട്ടെ, നമുക്കത് പ്രശ്നമല്ല. ഇന്നമാ അലൈനൽ ബലാഗുൽ മുബീൻ. കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തലേ നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ അലറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് ഏകല്ലാഹ്. വാഹല്ലിൽ
قبة الخضراء قبة سيد الكونين أفضل قرة العينين